സജേഷി അവിടെ. നീ ആട്ടുംതോലിട്ട ചെന്നായാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എടാ യുവദാസേ, ഇന്നലെ പരിചയപ്പെട്ട ഒരു പെണ്ണിന്റെ പേരില് നീ ഒരു ക്ലോസ് ഫ്രണ്ടിനെ തള്ളി പറഞ്ഞു. നീ ഞാൻ വിളിച്ചിട്ട് കേട്ടില്ലല്ലടാ. എനിക്ക് സ്റ്റേഷനിൽ പോണ കുറച്ച് ധൃതിയുണ്ട്. നീ പൊയ്ക്കോ. എനിക്ക് വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല, കള്ളന്മാരെ കടിച്ചീറാൻ നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ എന്നൊക്കെയാണോ പറഞ്ഞേ? പിന്നെ എന്ത് വികാരത്തിന്റെ പുറത്താണ് നീ പെണ്ണിന്റെ പുറത്ത് നടക്കുന്നത്? എനിക്ക് ഇഷ്ടമുള്ള വികാരത്തിന്റെ പുറത്ത്. എനിക്ക് ഇഷ്ടമുള്ള വികാരത്തിന്റെ പുറത്ത്. അങ്ങനെ സൗകര്യമുള്ള വികാരത്തിന്റെ പുറത്താണ് സാർ നടപ്പെങ്കിൽ നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കോടാ. ഗോപാലകൃഷ്ണ, ഇത് അത്ര പെട്ടെന്ന് തെറിക്കുന്ന തൊപ്പിയല്ല എന്റെ ഈ തൊപ്പി. അതുകളാ. എടാ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അത് ഒരു നിയമപാലകൻ കണ്ട പെൺകുട്ടികളുടെ പുറകെ അഴിഞ്ഞാടി നടക്കുകയാണെന്ന് ഞാൻ CBIക്ക് എടാ, ഇത് അഴിഞ്ഞാട്ടോ എടുത്തിയാട്ടോ ഒന്നല്ല, വളരെ പരിശുദ്ധമായ, മൃദുലമായ, നിഷ്കളങ്കമായ, പവിത്രമായ ഒരു അറ്റാച്ച്മെന്റാ. ഞാൻ അവളെ കെട്ടാൻ പോവാ. അപ്പൊ നീ എന്ത് ചെയ്യും? അത് കെട്ടുമ്പോഴല്ലേ? കെട്ടും. നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കാണണോ? കാണണം. എടാ, നിന്റെ കെട്ട് ഞാൻ പൊട്ടിക്കുന്നതാണ്. പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നീ എങ്ങനെയാടാ കെട്ട് പൊട്ടിക്കുന്നത്? അവളോടും അവളുടെ അമ്മയോടും ഞാൻ പറയും, നീ ഒരു മുഴുക്കുടിയനും സ്ത്രീലമ്പരനുമാണെന്ന്. നീ പറയുന്നത് അവര് വിശ്വസിച്ചാലല്ലേ? അതിന് ഞാനല്ലല്ലോ പറയുന്നത്. ഞാൻ ആൾക്കാർക്ക് കൂലി കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കും. നീ അനാവശ്യം കാണിക്കുക. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? എങ്ങനെ വൃത്തികെട്ട മാർഗത്തിലൂടെയാണോ ആളുകളെ തോപ്പിക്കുന്നത്? മാർഗം എനിക്ക് പ്രശ്നമല്ല, ലക്ഷ്യമാണ് എന്റെ ഉന്നം. എന്താ നിന്റെ ലക്ഷ്യം? നീ അവളോട് പറ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തരാൻ. നിന്റെ കാമയല്ലേ? നീ അവളോട് പറ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തരാൻ. അത് എന്റെ ലക്ഷ്യം. അത് ഞാൻ പറഞ്ഞ അവര് അനുസരിക്കണ്ടേ? നീ കാമുകനല്ലടാ, അനുസരിക്കും. ഗോപാലകൃഷ്ണ, നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളുടെ കടപ്പ്. ഞങ്ങൾ തമ്മിൽ ഒരു 50% അടുപ്പം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഇങ്ങോട്ടോ? അത് അല്ല, എനിക്ക് അങ്ങോട്ട്. എനിക്ക് മനസ്സിലായി. എങ്ങനെ? നിന്നെ ഇഷ്ടപ്പെടാൻ മാത്രം മറ്റുള്ള ഒരു പെൺകുട്ടിയല്ല അവള്. ശരി, നിനക്ക് അവളെ ഇഷ്ടമാണല്ലോ. എന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ഞാൻ നിനക്ക് അവളെ കെട്ടിച്ചു തന്നാൽ നീ എനിക്ക് എന്ത് പ്രതിഫലം തരും? നീ എങ്ങനെ കെട്ടിച്ചേരും? നീ എന്താണ് അമ്മാവനാ? അതിവിടെ പ്രതിഫലം പറ. എടാ, ഒരു സുഹൃത്തിന്റെ അതുകള ഒറ്റ കാര്യം ചെയ്താൽ മതി. കല്യാണം കഴിഞ്ഞാൽ അവളോടൊപ്പം അവളുടെ കുടുംബത്തെയും നീ ഇവിടെ കൊണ്ട് താമസിപ്പിക്കണം. അത് ഒരു പ്രശ്നമല്ലല്ലോ. അത് പ്രശ്നമാണ്. എനിക്കത് പ്രശ്നമാണ്. അവരവിടെ നിന്ന് ഇറങ്ങിയാലേ എനിക്ക് രക്ഷയുള്ളൂ. സത്യത്തിൽ ഞാൻ പ്രതിഫലം ചോദിക്കാനല്ല രാജേന്ദ്ര, മറ്റൊരു വഴിയും കാണാത്തോണ്ട് ആലോചിച്ചു പോയതാ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഈ കാര്യത്തിൽ നീ സംശയിക്കുകയേ വേണ്ട. കല്യാണവും വീടുമാറ്റവും ഒറ്റ ദിവസം. ഉറപ്പാ? ഉറപ്പാ. എങ്കിൽ നീ നിന്റെ വീട്ടിൽ വിവരം അറിയിക്കേ. വീട്ടിലറിയിച്ചാൽ പ്രശ്നമാണ്. സ്ത്രീധനമൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തതുകൊണ്ട് അച്ഛൻ സമ്മതിക്കില്ല. പിന്നെ എന്ത് ചെയ്യും? എന്റെ ഒരമ്മാവനുണ്ട്, പൂങ്കിനാവ് വാരികയുടെ പത്രാധിപര്. എന്റെ അച്ഛനെ പാട്ടിലാക്കാൻ അങ്ങേർക്കേ സാധിക്കൂ. എങ്കിൽ നീ എത്രയും പെട്ടെന്ന് നിന്റെ പൂങ്കിനാവ് അമ്മാവനെ വിവരം അറിയിക്കുക. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓക്കെ? ഓക്കെ. ഈ തുണിയൊക്കെ കല്ലിലിട്ട് ഇങ്ങനെ അടിക്കരുതമ്മേ, പെട്ടെന്ന് പിഞ്ചി പോ. ഞാൻ വിരിക്കാം. സഹായിക്കണ്ട. വല്ല മീനോ മലക്കറിയോ വല്ല വാങ്ങിക്കാനുണ്ടമ്മേ, ഞാൻ മാർക്കറ്റിൽ പോകുന്നുണ്ട്. പണിക്കൊരു ഉപദ്രവിക്കാതിരുന്നാ മതി. അമ്മ ഇങ്ങനെ പറയരുത്. ഞാനൊരു ഉപദ്രവകാരിയല്ല, ഉപകാരിയാണ്. അമ്മേ ഇങ്ങോട്ട് നോക്കിയേ, ഞാനൊരു സത്യം പറയട്ടെ. ഞാനൊരു ശുദ്ധനമ്മേ. പിന്നെ കുറച്ച് മുൻകോപമുണ്ട്. അത് പെട്ടെന്ന് വരും, പെട്ടെന്ന് പോവും. അല്ലാതെ എന്നേക്കുമായി ഒരാളോട് സ്ഥിരമായി ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ സ്വഭാവം എനിക്കില്ല. അമ്മ, നമ്മുടെ മീരയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായമ്മേ? നിനക്കെന്താടാ അതിപ്പോ അറിയേണ്ട കാര്യം എന്നായിരിക്കും അമ്മ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത്. ന്യായമായ ചോദ്യം. ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. നല്ല തങ്കം പോലത്തെ ആ പെൺകുട്ടിയെ ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചു. പാടില്ലായിരുന്നു, ഒരിക്കലും പാടില്ലായിരുന്നു. ഇന്നലത്തോടെ എന്റെ ശനിദശ മാറി കിട്ടി. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം അമ്മേ. ആ കുട്ടിക്കൊരു നന്മ ചെയ്യൂ എന്ന് എന്റെ അന്ധക്കരണം എന്നോട് മന്ത്രിക്കുന്നു. പെൺകുട്ടികൾക്ക് നമ്മൾ എന്ത് നന്മയാ ചെയ്യുക?
അവരെ ഏതെങ്കിലും സുരക്ഷിതമായ കൈകളിൽ പിടിച്ചേൽപ്പിക്കുക. നമ്മുടെ മീരയ്ക്ക് അങ്ങനെ ഒരു കൈ ഞാൻ കണ്ടുപിടിച്ചു. നല്ല ഒന്നാം തരം ചെറുക്കൻ, സൗന്ദര്യമുണ്ട്, കുടുംബ മഹിമയുണ്ട്, ഗംഭീരമായ ജോലി, അസലായിട്ട് പാട്ടും പാടും. ആ അമ്മ അഭിപ്രായമൊന്നും പറഞ്ഞില്ല? അല്ലെങ്കിൽ വേണ്ട, ഇപ്പോഴൊന്നും പറയണ്ട, ഞാൻ ചെറുക്കനായിട്ടേക്ക് വരാം. വേണ്ട, ആ അതൊന്നും നടക്കില്ല. എന്താ കുട്ടിക്ക് ഈ ലവിന്റെ ഏർപ്പാട് വല്ലോ? പണിക്കര് അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, ആവശ്യമാ. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യട്ടെ. ഞാൻ ഈ കല്യാണം നടത്തിയിട്ടേ ബാക്കി കാര്യം. പണിക്കര് അമ്മ ഒന്നും പറയണ്ട, ഈ കാര്യത്തിൽ ഇടപെടുകയും വേണ്ട. മനുഷ്യ സ്നേഹമാണ് അമ്മയെ എല്ലാത്തിലും വലുത്. സ്നേഹമാണ് അമ്മയെ അഖില സാര മൂഴിയിൽ. അത് മനസ്സിലായിക്കോളൂ. ചെറുക്കം വരും, മീരെ കാണും, മീരെ കെട്ടും. ഒന്നും പറയണ്ട. ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു. നീ എന്തിനാ ലീവ് എടുത്ത്? അങ്കിൾ വരുമ്പോ സ്വരമായിട്ട് സംസാരിക്കാമെന്ന് കരുതിയ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് എനിക്കൊരു കല്യാണക്കൊതി ഉണ്ടായോ? ഇയാളേതാ? ഇത് ഗോപാലകൃഷ്ണൻ പണിക്കര്. ഓ, നിന്റെ കല്യാണ ബ്രോക്കർ ആയിരിക്കും. ഇവൻ എന്റെ ക്ലാസ്മേറ്റാ. ഓ, ഈ ബാഗും കുടയോ കണ്ടപ്പോ സംശയിച്ചു പോയതാ. ഇരിക്കും. അങ്കിൾ മനസ്സിലായില്ലേ പൂങ്കിനാവ് വാരികയുടെ? ആ മനസ്സിലായി. പത്രല്ലേ? അതെ. ഞാൻ പണ്ട് പൂങ്കിനാവ് വാരികയിൽ ഒരു ചെറുകഥ അയച്ചിരുന്നു. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് പറഞ്ഞു. പ്രസിദ്ധീകരിച്ചോ? ഇല്ല, കണ്ടില്ല. കൊള്ളുകയല്ലായിരിക്കും. ആ അതായിരിക്കും. പിന്നെ മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കാന്നൊരു പങ്ക്തിയില് ഞാനൊരു ചോദ്യം അയച്ചിരുന്നു. അതിനും മറുപടി കണ്ടില്ല. ചോദ്യത്തിൽ കഴമ്പില്ലായിരിക്കും. ആ അതായിരിക്കും. പൂങ്കിനാവ് വാരികയ്ക്ക് ഒരു നിലവാരമുണ്ട്. അതിൽ നിന്ന് ഒരിക്കലും താഴെ പോരാൻ ഒക്കെയല്ല. കാരണം ഞാനാണ് അതിന്റെ പത്രാധിപൻ. സമൂഹത്തിലെ അനീതിക്കെതിരെ ഒരു പടവാളാണ് പൂങ്കിനാവ്. അയ്യോ, അതെനിക്കറിയാം. എവിടെയെങ്കിലും കൊലപാതകമോ കത്തിക്കുത്തോ എന്തെങ്കിലും നടന്നാൽ ഉടനെ പൂങ്കിനാവ് വാരികയിൽ എന്റെ ഫുൾ റിപ്പോർട്ട് കാണും. കത്തി കൊണ്ട് കുത്തുന്നതിന്റെ, മനുഷ്യന്റെ കുടൽമാല പുറത്ത് ചാടുന്നതിന്റെ ഒക്കെ മനോഹരമായ 5-6 ഫോട്ടോയും കാണും. അതെ, വായനക്കാർക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ്. ആ അതുള്ളതാ. കല്യാണക്കാരി അച്ഛനെ അറിയിച്ചോ? ഇല്ല. എങ്ങനെങ്കിലും അങ്കിള് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണം. കുഴപ്പം പിടിച്ച കേസ് വല്ലതും ആണോ? അമ്മാവനോട് സത്യം പറ, സംഗതി ലവ് അഫെയർ ആണ്. ലവ് അഫെയർ ആണ്. നീ ആള് കൊള്ളാമല്ലോടാ മരുമോനെ. സാറ് വിചാരിക്കുന്ന പോലുള്ള ഒരു ലവ് അഫെയർ അല്ല. ഇവൻ അങ്ങോട്ട് മാത്രമുള്ള ലവ്. അക്കാര്യമൊന്നും ചോദിച്ച് സാർ അവന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും നടത്തി കൊടുക്കണം. സത്യത്തിൽ ഇല്ലെങ്കിൽ അവൻ തൂങ്ങിച്ചാവും. അത്രയ്ക്ക് മൂത്തു. ഇതേ പെണ്ണിന്റെ വീട്ടുകാര് സാമ്പത്തികപരമായിട്ട് അല്പം വീക്കാണ്. അല്ല, അതുകൊണ്ട് ഇവനെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇഷ്ടപ്പെടുത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടി വരും. സാഹചര്യം ഇറങ്ങേറ്റാ മതി. അല്ല, ഒരു മനുഷ്യജീവന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാ സാറിയ എല്ലാ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വീട്ടിലാണ് താമസിക്കുന്നു എന്നുള്ള കാര്യം അമ്മാവനോട് പറയണ്ട. അങ്ങനെ പിന്നെ പ്രശ്നങ്ങൾക്ക് അതെ നമ്മളെ രണ്ടുപേരും കൂടെ ആദ്യം വീട്ടിലേക്ക് ചെല്ലുന്നു. പെൺകുട്ടി ഓഫീസിൽ നിന്ന് വരുന്നതിന് മുമ്പ് അമ്മയെ ചാക്കിട്ട് പിടിക്കുന്നു. പെൺകുട്ടിക്ക് എന്നെ അത്ര പത്യമല്ല. അതുകൊണ്ട് എന്റെ പരിചയക്കാരനാണ് സാറ് എന്നുള്ള കാര്യം അവനോട് മാത്രം പറയണ്ട. ബാക്കി ഞാൻ ഏറ്റുന്നത്. ഞാൻ അങ്ങോട്ട് പോയി